നമസ്കാരം. ട്രംപിന്റെ സർജിക്കൽ സ്ട്രൈക്ക് അതങ്ങ് സൊമാലിയക്കാരെയൊക്കെ തൂത്തുവാരി പുറത്തറിയുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു ട്രംപ്. അമേരിക്കയിലെ സൊമാലിയൻ വംശജർക്ക് കടുത്ത തിരിച്ചടിയുമായിട്ടാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിർണായകമായിട്ടുള്ള നീക്കമുണ്ടായിരിക്കുന്നത്. സൊമാലിയക്കാർക്ക് നൽകി വന്നിരുന്ന താൽക്കാലിക സംരക്ഷണ പദവി എന്ന് പറയപ്പെടുന്നത് വൈറ്റ് ഹൗസ് റദ്ദാക്കിയിരിക്കുന്നു. മിനസോട്ടയിൽ നടന്ന വമ്പൻ സാമ്പത്തിക തട്ടിപ്പ് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കർശന നടപടിയുമായിട്ടും ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതോടെ യുഎസിലുള്ള ആയിരക്കണക്കിന് സൊമാലിയക്കാർ രാജ്യം വിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. മിനസോട്ടയിൽ നടന്ന സൊമാലിയൻ വംശജരുടെ തട്ടിപ്പ് കഥകൾ ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ട്രംപ് സർക്കാരിന്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക്. ഏകദേശം 85ഓളം സൊമാലിയക്കാർക്കെതിരെയാണ് തട്ടിപ്പ് കേസുകളിൽ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതാണ് പാവപ്പെട്ട അഭയാർത്ഥികൾക്കും ഇപ്പോൾ വിനയായി തീർന്നിരിക്കുന്നത് എന്നുള്ളത്. ഇവർ മാർച്ച് 17-നകം അമേരിക്ക വിടണം. ഏകദേശം 2500 സൊമാലിയക്കാരെ ഈ തീരുമാനം നേരിട്ട് ബാധിച്ചേക്കും. ഇതിൽ ഏകദേശം 1400 പേരുടെ അപേക്ഷകൾ പരിഗണനയിലിരിക്കെയാണ് ഈ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മിനസോട്ട കേന്ദ്രീകരിച്ച് ഇമിഗ്രേഷൻ വിഭാഗം നാടുകടത്തൽ നടപടികൾ ഊർജിതമാക്കി കഴിഞ്ഞിരിക്കുന്നു. 1990കളിൽ സൊമാലിയയിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായപ്പോഴാണ് അവർക്ക് അമേരിക്കയിൽ അഭയം നൽകി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ജോ ബൈഡൻ ഈ ആനുകൂല്യം പുതുക്കി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപ് അധികാരമേറ്റതോടെ സ്ഥിതി മാറി. കുറ്റകൃത്യങ്ങളോടും നിയമവിരുദ്ധമായിട്ടുള്ള താമസത്തോടും വിട്ടുവീഴ്ച ഇല്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് ഈ നടപടിയിലൂടെ അവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള രാജ്യങ്ങളിലൊന്നായിട്ടുള്ള സൊമാലിയയ്ക്ക് തിരികെ പോകേണ്ടി വരുന്നത് ഇവിടുത്തെ അഭയാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. എങ്കിലും നിയമലംഘനം നടത്തുന്നവരെ വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടിലേക്ക് വൈറ്റ് ഹൗസ് എത്തിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ മിനസോട്ടയിലെ സൊമാലിയൻ സമൂഹം നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് പറയപ്പെടുന്ന $18 ബില്യൺ. ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ $18 ബില്യൺ അടക്കം ഈ തട്ടിപ്പ് നടത്തി എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അറിഞ്ഞത് $18 ബില്യൺ കണക്ക് മാത്രം. ഇനിയും വരാനിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പാടില്ലാത്ത കുറ്റവാളികളെ നമ്മൾ ഓരോരുത്തരെയായി പുറത്താക്കുകയാണ് എന്നും ബൈഡന്റെ തുറന്നു കിടന്ന അതിർത്തികളിലൂടെയാണ് ഇവരെല്ലാവരും ഇങ്ങോട്ട് ഇരച്ചു കയറിയത് എന്നുമാണ് ട്രംപിന്റെ വാദം. അപ്പോൾ അവരെ എല്ലാം നമ്മൾ പുറത്തെറിയും. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് റെക്കോർഡ് നിലയിലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വാദം കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മിനസോട്ടയെ പിടിച്ചുകുലുക്കിയ ഈ സാമ്പത്തിക തട്ടിപ്പൊടുവിൽ രാഷ്ട്രീയ തലവന്മാരുടെ തല ഉരുളുന്നതിലേക്കാണ് എത്തിച്ചത്. തട്ടിപ്പ് വിവാദം കത്തിയതോടെ പ്രതിരോധത്തിലായ ഡെമോക്രാറ്റിക് ഗവർണർ ടിം വാൾസ് വീണ്ടും മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞയാഴ്ച പടിയിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനിടെ ഒരു ഉദ്യോഗസ്ഥൻ സൊമാലിയൻ യുവതിക്ക് നേരെ വെടിയുതിർത്തത് മിനസോട്ടയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു എന്നതാണ്. അമേരിക്കയിലെ കുടിയേറ്റ വിഭാഗങ്ങളിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് സൊമാലിയക്കാരോടാണ് എന്ന ഞെട്ടിക്കുന്ന സർവേ ഫലങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തു. അപ്പോൾ നടത്തിയ പോളിൽ പങ്കെടുത്ത 30% വോട്ടർമാരും സൊമാലിയൻ കുടിയേറ്റക്കാർ അമേരിക്കയ്ക്ക് ദോഷമാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. മറ്റ് കുടിയേറ്റ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും മോശം റേറ്റിംഗ് ലഭിച്ച ഏക വിഭാഗവും ഇവർ തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. ചുരുക്കത്തിൽ തട്ടിപ്പും ക്രമസമാധാന പ്രശ്നങ്ങളും സൊമാലിയൻ അഭയാർത്ഥികൾക്ക് അമേരിക്കയിലേക്കുള്ള വഴി എന്നേക്കുമായി കൊട്ടിയടയ്ക്കുകയാണ്. അമേരിക്കയ്ക്ക് ഗുണകരമാവുന്ന കുടിയേറ്റക്കാരുടെ പട്ടിണിയിൽ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാരും ഒന്നാമത് നിൽക്കുമ്പോൾ സൊമാലിയക്കാർക്ക് ലഭിച്ചത് അത് വൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എന്നുള്ളതാണ്. വെറും 24% ആളുകൾ മാത്രമാണ് സൊമാലിയക്കാർ അവർ നല്ലവരാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മറ്റു കുടിയേറ്റ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും മോശം റേറ്റിംഗിൽ ലഭിച്ച ഏക വിഭാഗവും ഇവർ തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ തട്ടിപ്പും ക്രമസമാധാന പ്രശ്നങ്ങളും സൊമാലിയൻ അഭയാർത്ഥികൾക്ക് അമേരിക്കയിലേക്കുള്ള വഴി എന്നേക്കുമായിട്ട് കൊട്ടിയടയ്ക്കുകയാണ്. അമേരിക്കയ്ക്ക് ഗുണകരമാകുന്ന കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാരും ഒന്നാമത് നിൽക്കുമ്പോൾ സൊമാലിയക്കാർക്ക് ലഭിച്ചത് വൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എന്നതാണ്. വെറും 24% ആളുകൾ മാത്രമാണ് സൊമാലിയക്കാർ നല്ലവരാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. എന്നാൽ അവർ രാജ്യത്തിന് ആപത്താണ് എന്ന് വിശ്വസിക്കുന്നവർ 30%. ഇന്ത്യക്കാർ, ഫിലിപ്പീൻസുകാർ, മെക്സിക്കോക്കാർ, ചൈനക്കാർ, ആഫ്രിക്കക്കാർ തുടങ്ങി സകല വിഭാഗങ്ങളും സൊമാലിയക്കാരെക്കാൾ എത്രയോ മുകളിലാണ് എന്ന് ജനപിന്തുണയിൽ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ സൊമാലിയൻ സമൂഹത്തിലെ ഏറ്റവും വലിയ മുഖമായിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രതിനിധിയായിട്ടുള്ള ഇൽഹാൻ ഒമറിനെ ട്രംപ് വീണ്ടും ലക്ഷ്യം വെച്ച് മുന്നോട്ട് വരുന്നു. കാലങ്ങളായി ഇൽഹാൻ ഒമറിനെ കടന്നാക്രമിക്കുന്ന ട്രംപ് കഴിഞ്ഞ ഡിസംബറിൽ പെൻസിൽവാനിയയിൽ നടന്ന റാലിയിൽ ഒമർ ധരിക്കുന്ന തലപ്പാവുകളെ പരിഹസിച്ചും വലിയ വാർത്തയായിരുന്നു. കുറ്റകൃത്യങ്ങളും തട്ടിപ്പുകളും പെരുകിയതോടുകൂടി സൊമാലിയൻ വംശജർക്കെതിരെ ട്രംപ് നടത്തുന്ന നീക്കങ്ങൾക്ക് അമേരിക്കൻ വോട്ടർമാരുടെ ഇടയിൽ വലിയ പിന്തുണയാണ്
ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥിതിവിശേഷത്തിൽ ട്രംപിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നത്. സൊമാലിയക്കാരെ അടക്കം തൂത്തുവാരി പുറത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് ഈ സർക്കാർ എത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സൊമാലിയൻ വംശജർക്ക് അവർക്ക് വലിയ തിരിച്ചടിയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നിർണായകമായിട്ടുള്ള നീക്കമെന്ന് പറയാതിരിക്കുവാൻ കഴിയും.